PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. വരുന്ന LDC 2024, LGS 2024 എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള സിലബസ് പ്രകാരമുള്ള ഫ്രീ ക്ലാസ്സുകൾ നമ്മുടെ ചാനലിലൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ദിവസം 6 ക്ലാസ്സുകൾ വെച്ചാണ് വരുന്നത്. അപ്പോൾ 6 ക്ലാസ്സുകൾ ഏതൊക്കെയാണെന്ന് ഞാനൊന്ന് പറയാം. തുടക്കക്കാർക്ക് വേണ്ടിയിട്ടാണ്. ഒരുപാട് പേര് പുതിയതായിട്ട് വന്നിട്ടുള്ളവരുണ്ട്. അപ്പോൾ ആദ്യം മുതലേ ഫോളോ ചെയ്ത് വരുന്നവർക്ക് കൃത്യമായിട്ട് ഏത് സമയത്താണെന്നൊക്കെ അറിയാം. പുതുതായിട്ട് ജോയിൻ ചെയ്തവർക്ക് വേണ്ടിയിട്ട് പറയാം. ആദ്യത്തെ ക്ലാസ് 6 മണിക്കാണ്, കാലത്ത് 6 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും. ദെൻ അടുത്തത് 9 മണിക്കാണ്. അത് കഴിഞ്ഞിട്ട് 12 മണിക്ക് അടുത്ത ക്ലാസ് വരും. ദെൻ അത് കഴിഞ്ഞ് 3 മണിക്ക് അടുത്ത ക്ലാസ് വരും. ഓക്കെ, ഇത്രയും ക്ലാസ് എന്ന് പറയുന്നത് ഇത് റെക്കോർഡഡ് ക്ലാസ് ആണ്. ഇതിൽ GK പോർഷൻസും മാത്സും ഇംഗ്ലീഷും എല്ലാം കവർ ചെയ്യും. ദെൻ അത് കഴിഞ്ഞ് രാത്രി 8 മണിക്ക് PYQ ഡിസ്കഷൻ ആണ് വരുന്നത്. ദെൻ രാത്രി 10:30 എക്സ്പെക്റ്റഡ് CA കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ് ആണ്. ഇത് രണ്ടും നമുക്ക് ലൈവ് ക്ലാസ് ആണ് വരുന്നത്. അപ്പോൾ 2 ലൈവ് ക്ലാസ്സും 4 റെക്കോർഡഡ് ക്ലാസ്സും, ഇങ്ങനെ ടോട്ടൽ 6 ക്ലാസ് ആണ് നിങ്ങൾക്ക് ഒരു ദിവസം ലഭിക്കുന്നത്. അപ്പോൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക, നോട്ട്സ് തയ്യാറാക്കിയിട്ട് പഠിക്കുക. നമ്മുടെ ക്ലാസ് ഒക്കെ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻ്റ് ആയിട്ട് അറിയിക്കാം. ഇഷ്ടപ്പെട്ടു എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ലൈക്ക് ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ക്ലാസ് കേൾക്കാനിരിക്കുമ്പോൾ എപ്പോഴും നോട്ട്സ് തയ്യാറാക്കിയിട്ട് വേണം പഠിക്കാൻ വേണ്ടിയിട്ട്. നോട്ട്ബുക്ക് കയ്യിൽ വേണം, പഠിക്കുക, നോട്ട്സ് തയ്യാറാക്കുക. ഓക്കെ, പിന്നെ നമ്മുടെ ടെലഗ്രാം ചാനലിൽ മസ്റ്റ് ആയിട്ടും ജോയിൻ ചെയ്യണം. കാരണം നിങ്ങൾക്ക് ഓരോ ദിവസവും നൽകുന്ന ക്ലാസ്സുകൾ ഏതൊക്കെയാണെന്നുള്ളതിൻ്റെ ഇൻസ്ട്രക്ഷൻസും പഠിക്കാൻ വേണ്ടിയിട്ടുള്ളതിൻ്റെ PDF-ഉം കാര്യങ്ങളൊക്കെ നമ്മൾ ടെലഗ്രാം വഴിയാണ് കൊടുക്കുന്നത്. സോ ടെലഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലോട്ട് കടക്കാം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ എന്ന് പറയുന്ന ഭാഗമാണ്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ അല്ലെങ്കിൽ സങ്കരയിനം വിത്തിനങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് ഒരുപാട് വിത്തിനങ്ങൾ പഠിക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് എങ്ങനെ ഈസി ആയിട്ട് കോഡൊക്കെ യൂസ് ചെയ്തിട്ട് പഠിക്കാം എന്നുള്ളത് നോക്കാം. ആദ്യത്തേത് നെല്ലിൻ്റെ സങ്കരയിനം വിത്തുകളാണ് ഹ്രസ്വ, സ്വർണപ്രഭ, അന്നപൂർണ, ശബരി, ജ്യോതി, പവിത്രം, മനുപ്രിയ, രോഹിണി, അനശ്വര, ത്രിവേണി. ഓക്കെ ആണല്ലോ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ എങ്ങനെയാണ് പഠിച്ചു വെക്കുക? ഓക്കെ, ഓർക്കാനായിട്ട് ഒരു കോഡ് പറയാം. നെല്ല് എന്ന് പറയുന്നത് എന്താണ്? നെല്ലെന്ന് പറയുന്നത് വളരെ ചെറുതാണ്, അല്ലെ? ചെറുത് എന്നുള്ളത് നമ്മൾ എന്ത് പറയും? ഹ്രസ്വം എന്ന് പറയാറില്ലേ? അപ്പൊ നെല്ല് വളരെ ചെറുതാണ്, അപ്പൊ ഹ്രസ്വമാണ്. ഓക്കെ, ഹ്രസ്വ കിട്ടിയല്ലോ. ഓക്കെ, ഇങ്ങനെ ഹ്രസ്വമാണ്. പിന്നെയോ സ്വർണത്തിന്റെ നിറമാണ് നെല്ലിന്. ഓക്കെ, സ്വർണത്തിന്റെ നിറമാണ്. ഓക്കെ, അപ്പൊ സ്വർണപ്രഭ ചെറുതാണ്, ഹ്രസ്വമാണ്, സ്വർണത്തിന്റെ നിറമാണ്, അപ്പൊ സ്വർണപ്രഭ. ഇങ്ങനെയുള്ള ഈ നെല്ല് വെച്ചിട്ട്, ഓക്കെ, ഈ നെല്ലിൽ നിന്ന് കിട്ടുന്ന അരി വെച്ചിട്ട് അന്നപൂർണ, അന്നം എന്ന് കേൾക്കുമ്പോൾ നമുക്ക് എന്താണ് ഓർമ്മ വരുന്നത്? അന്നദാനം എന്ന് ഓർത്തിരിക്കുക. ഓക്കെ, അന്നദാനം. ഓക്കെ, അന്നദാനം നടക്കുന്നുണ്ട്. എവിടെയാണ് അന്നദാനം നടക്കുന്നത്? ഇവിടെ നോക്കുക, ശബരി എന്ന് കാണുന്നുണ്ട് അല്ലെ? ശബരി എന്ന് പറയുമ്പോൾ നമുക്ക് ശബരിമല ഓർമ്മ വരുമല്ലോ. ഓക്കെ, അപ്പോൾ നെല്ല് ചെറുതാണ്, ഹ്രസ്വമാണ്, ദെൻ സ്വർണത്തിന്റെ നിറമാണ്. അങ്ങനെയുള്ള നെല്ലിൽ നിന്നുള്ള അരി എടുത്ത് അന്നദാനം നടത്തുകയാണ്. എവിടെയാണ് നടത്തുന്നത്? ശബരിമലയിലാണ് നടക്കുന്നത്. ഓക്കെ, ശബരിമലയിലാണ് അന്നദാനം നടക്കുന്നത്. മാത്രമല്ല അവിടെ എന്തുണ്ട്? ജ്യോതി. ഓക്കെ, മകരജ്യോതി അല്ലെ? ശബരിമല എന്ന് കേൾക്കുമ്പോൾ നമുക്ക് എന്താണ്? മകരജ്യോതിയാണ് ഓർമ്മ വരിക. അപ്പോൾ ജ്യോതി ഉണ്ട്. ഓക്കെ, ജ്യോതി കാണുകയും ചെയ്യണം. ഓക്കെ, അന്നദാനം ഉണ്ട്, ജ്യോതി കാണണം. അങ്ങനെ നമുക്ക് എന്താണ്? ശബരിമലയിൽ നിന്ന് അന്നദാനം കഴിക്കുക, ജ്യോതി കാണുക എന്നൊക്കെ പറയുന്നത് എന്താണ്? വളരെ പവിത്രമായ ഒരു കാര്യമാണ് അല്ലെ? വളരെ പവിത്രമായിട്ടുള്ളൊരു കാര്യമാണ്. ഈ കാര്യത്തിനൊക്കെ ആയിട്ട് ആരാണ് പോയത്? മനു, രോഹിണി, അനശ്വര എന്നിങ്ങനെ 3 പേരും കൂടിയിട്ടാണ് പോയത്. 3 പേര് എന്നുള്ളതിന് 3 അല്ലെ? ഈ 3 പേര് 3. ഓക്കെ, അപ്പൊ ത്രിവേണി. ഓക്കെ ആണല്ലോ. അപ്പൊ ഈ 3 പേരും കൂടെ പോയി എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ നെല്ല് എന്ന് പറയുന്നത് വളരെ ചെറുതാണ്, ഹ്രസ്വമാണ്, അതുപോലെ തന്നെ സ്വർണത്തിന്റെ നിറമാണ്, സ്വർണപ്രഭ എന്നോർക്കുക. അത് വെച്ചിട്ട് എന്താണ്? അന്നദാനം, അന്നപൂർണ. എവിടെയാണ് അന്നദാനം? ശബരിമല. അപ്പൊ ശബരി, അവിടെ എന്തുണ്ട്? ജ്യോതിയും കൂടെ കാണാൻ പറ്റും അല്ലെ? അപ്പൊ ജ്യോതി. ഓക്കെ, ജ്യോതി. ഓക്കെ, ഈ അന്നദാനം അല്ലെങ്കിൽ മകരജ്യോതി കാണാന്നൊക്കെ പറയുന്നത് എന്താണ്? പവിത്രമായിട്ടുള്ള കാര്യമാണ്. സോ പവിത്ര. ഓക്കെ, പവിത്ര എന്ന് പറയുന്നത്. ദെൻ ആരൊക്കെയാണ് പോയത്? മനു, രോഹിണി, അനശ്വര എന്നിങ്ങനെ 3 പേര്. 3 എന്നുള്ളതിന് 3, അപ്പൊ ത്രിവേണി. അപ്പൊ മനുപ്രിയ, രോഹിണി, അനശ്വര, ത്രിവേണി. ഓക്കെ ആണല്ലോ. കിട്ടിയെന്ന് വിചാരിക്കുന്നു നെല്ലിന്റെ കോഡ്. ഇനി അടുത്തത് പയറ് എന്ന് പറയുന്നതിന്റെ വിത്തിനങ്ങളാണ് ജ്യോതിക, ഭാഗ്യലക്ഷ്മി, ലോല, മാലിക. ഓക്കെ, ജ്യോതിക, ഭാഗ്യലക്ഷ്മി, ലോല, മാലിക. ഓക്കെ, നമ്മളിവിടെ ഒരു ജ്യോതി പറഞ്ഞു അല്ലേ? സെയിം അതേ ജ്യോതി നമ്മൾ എടുക്കുവാണ്.
അപ്പൊ ജ്യോതി കാണാന്ന് പറയുന്നത് എന്താണ്? ഒരു ഭാഗ്യമാണ് അല്ലെ? ഭാഗ്യമുള്ളവർക്കാണ് ജ്യോതി കാണുക. ഓക്കെ, അപ്പൊ ജ്യോതി കാണുന്നത് ഒരു ഭാഗ്യമാണ്. ആ ഭാഗ്യം കിട്ടാനായിട്ട് ലോല എന്ത് ചെയ്തു? മാലയിട്ടു അല്ലെ? ശബരിമലയിൽ പോണെങ്കിൽ എന്ത് ചെയ്യണം? മാലയിടണം. ഓക്കെ ആണല്ലോ. അപ്പൊ ജ്യോതി കാണുക എന്ന് പറയുന്നത് ഒരു ഭാഗ്യമാണ്. അതിനായിട്ട് ലോല എന്ത് ചെയ്തു? മാലയിട്ടു. ആ മാല എന്ന് പറയുന്നത് പയറുമണിയുടെ ഷേപ്പിലുള്ള മാലയാണ്. ഓക്കെ, മാല എന്താണ്? പയറുമണിയുടെ ഷേപ്പിലുള്ള മാലയാണ്. ഓക്കെ ആണല്ലോ. ജസ്റ്റ് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ കോഡുകളൊക്കെ പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ നമ്മൾ പറഞ്ഞു ജ്യോതി കാണുന്നത് ഒരു ഭാഗ്യമാണ്. ആ ഭാഗ്യം കിട്ടാനായിട്ട് ലോല എന്ത് ചെയ്തു? ഒരു മാല ഇട്ടു. മാല എങ്ങനെയാണ്? പയറുമണിയുടെ ഷേപ്പിലുള്ളതാണ്. ഓക്കെ ആണല്ലോ. അപ്പൊ ജ്യോതിക, ഭാഗ്യലക്ഷ്മി, ലോല, മാലിക കിട്ടിയല്ലോ. അടുത്തത് മുളക്. ഓക്കെ, മുളക് എന്ന് പറയുന്നതിന്റെ ജ്വാലാമുഖി, ഉജ്ജ്വല, ജ്വാലാസഖി, അതുല്യ, അനുഗ്രഹ, ഗ്രീൻ ഗോൾഡ്. ഇതിൽ നമുക്ക് ഓർത്ത് വെക്കേണ്ടതില്ല. എന്താണ്? ജ്വാല തുടങ്ങുന്ന എല്ലാം എന്താണ്? മുളകിന്റെയാണ്. ഓക്കെ, ജ്വാലാമുഖി, ഉജ്ജ്വല, ജ്വാലാസഖി, ജ്വാല വരുന്നതൊക്കെ എന്താണ്? മുളകിന്റെയാണ്. അതുപോലെ അതുല്യ, അനുഗ്രഹ, ഗ്രീൻ ഗോൾഡ്. ഗ്രീൻ എന്ന് പറയുമ്പോൾ എന്താണ്? പച്ചമുളക് എന്ന് ഓർത്ത്, പച്ച സ്വർണം. ഓക്കെ, ഗ്രീൻ ഗോൾഡ് എന്ന് ഓർത്തിരിക്കുക, പച്ചമുളകിനെ ഓർത്തിരിക്കുക. ഓക്കെ ആണല്ലോ. അപ്പോൾ ജ്വാലാമുഖി, ഉജ്ജ്വല, ജ്വാലാസഖി, ജ്വാല വരുന്നതെല്ലാം എന്താണ്? മുളകാണ്. അതിന്റെ കൂടെ അതുല്യ, അനുഗ്രഹ, ഗ്രീൻ ഗോൾഡ്, അതും കൂടെ ഓർത്തിരിക്കുക. ഓക്കെ ആണല്ലോ. ദെൻ അടുത്തത് വെണ്ട, അരുണ, അനാമിക, ആനക്കൊമ്പൻ, സൽകീർത്തി, അർക്ക, കിരൺ, അഭയ്. ഇതെല്ലാം എന്താണ്? വെണ്ടയുടെ സങ്കരയിനങ്ങളാണ്. അപ്പൊ ഇത് ഓർത്ത് വെക്കാനായിട്ട് ഒരു കോഡ് പറയാം. വെണ്ടയാണല്ലേ. അപ്പോൾ ഇവിടെ നോക്കാം, അരുണ, അനാമിക, ഇവർ രണ്ടുപേരും എന്ത് ചെയ്തു? അരുണയും അനാമികയും വീട്ടില് ആനക്കൊമ്പ് സൂക്ഷിച്ചു. ഓക്കെ, ആനക്കൊമ്പ്. ഓക്കെ, ഇതൊരു ചുമ്മാ ഒരു എന്താണ് കോഡിന് പറയാൻ കേട്ടോ. അരുണയും അനാമികയും ആനക്കൊമ്പ് സൂക്ഷിച്ചു വീട്ടില്. അപ്പോൾ പുറത്തിറങ്ങിയാൽ എന്ത് പറ്റും? അവരുടെ സൽകീർത്തി നഷ്ടപ്പെടും അല്ലെ? സൽകീർത്തി നഷ്ടപ്പെടും. അപ്പൊ അങ്ങനെ സൽകീർത്തി നഷ്ടപ്പെടുമെന്നായപ്പോൾ അവരെന്ത് ചെയ്തു? അർക്കീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പിശുക്കൻ എന്നുള്ള അർത്ഥമൊക്കെ ഉണ്ട് അല്ലെ? അർക്കീസ് എന്ന് പറയും. അർക്കീസായ കിരണിന്റെ വീട്ടില് അഭയം തേടി. ഓക്കെ, കിരണിന്റെ വീട്ടില് അഭയം തേടി. അരുണയും അനാമികയും എന്ത് ചെയ്തു? വീട്ടിൽ ആനക്കൊമ്പ് സൂക്ഷിച്ചു. അവരുടെ സൽകീർത്തി പോവാതിരിക്കാനായിട്ട് അവര് അർക്കീസായ കിരണിന്റെ വീട്ടില് അഭയം തേടി. പക്ഷെ കിരൺ എന്ത് പറഞ്ഞു? ഇവിടെ കയറണ്ട, ഇവിടെ വേണ്ട എന്ന് പറഞ്ഞു. ഓക്കെ, ഇവിടെ വേണ്ട എന്ന് പറഞ്ഞു. വെണ്ട. ഓക്കെ ആണല്ലോ. അപ്പൊ ഒന്നുകൂടെ പറയാം. അരുണയും അനാമികയും വീട്ടിൽ എന്ത് സൂക്ഷിച്ചു? ആനക്കൊമ്പ് സൂക്ഷിച്ചു. സൽകീർത്തി നഷ്ടപ്പെടാതിരിക്കാനായിട്ട് അർക്കീസായ കിരണിന്റെ വീട്ടിൽ പോയിട്ട് അഭയം തേടി. അപ്പൊ കിരൺ എന്ത് പറഞ്ഞു? ഇവിടെ വേണ്ട എന്ന് പറഞ്ഞു അല്ലെ? ഇവിടെ വരണ്ട എന്നുള്ളത് ഇവിടെ വേണ്ട എന്ന് പറഞ്ഞു. ഓക്കെ ആണല്ലോ. അപ്പൊ നമ്മുടെ വെണ്ടയുടെ സങ്കര ഇനങ്ങളുടെ കോഡ് കിട്ടിയെന്ന് വിചാരിക്കുന്നു. അടുത്തത് വഴുതന എന്ന് പറയുന്നതിന്റെ സൂര്യ, ശ്വേത, ഹരിത, നീലിമ അല്ലെ? നമുക്കറിയാം വഴുതനയൊക്കെ വളരണമെങ്കിൽ എന്താണ്? നല്ല സൂര്യപ്രകാശം വേണം അല്ലെ? സൂര്യപ്രകാശത്തിലാണ് ആര് വളരുന്നത്? വഴുതനങ്ങ വളരുന്നത്. വഴുതനങ്ങ നമുക്ക് പല നിറത്തിൽ കാണാൻ പറ്റും. വെള്ള നിറത്തിൽ കാണാൻ പറ്റും, പച്ച നിറത്തിൽ കാണാൻ പറ്റും, നീല നിറത്തിൽ കാണാൻ പറ്റും അല്ലെ? അപ്പോൾ ആ വഴുതനങ്ങയുടെ നിറങ്ങളൊക്കെ ഒന്ന് സങ്കല്പിച്ച് നോക്കാം. സൂര്യപ്രകാശത്തിലാണ് വഴുതനങ്ങ വളരുള്ളൂ. ഏതൊക്കെ തരത്തിലുള്ള വഴുതനങ്ങയുണ്ട്? വെള്ള നിറത്തിലും പച്ച നിറത്തിലും നീല നിറത്തിലും ഒക്കെ വഴുതനങ്ങകളുണ്ട്. ആ കളറുകൾ ജസ്റ്റ് ഒന്ന് നമ്മുടെ മൈൻഡിലേക്ക് കൊണ്ടുവരാം. ഓക്കെ ആണല്ലോ. അപ്പോൾ ശ്വേത എന്ന് പറഞ്ഞാൽ ശ്വേതം വെള്ളയാണ്, ഹരിതം പച്ച, നീലിമ നീലയാണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ സൂര്യപ്രകാശത്തിൽ വളരുന്ന വഴുതനങ്ങയുടെ നിറം ശ്വേത, ഹരിത, നീലിമ അല്ലെ? വെള്ള, പച്ച, നീല. ഓക്കെ, അങ്ങനെ ഓർത്തിരിക്കുക. ദെൻ അടുത്തത് തക്കാളി എന്ന് പറയുന്നത് മനുപ്രഭ, മനുലക്ഷ്മി, അനഘ, അക്ഷയ, മുക്തി, വെള്ളായനി വിജയ്, ശക്തി. ഇത്രയുമാണ് എന്ത്? തക്കാളിയുടെ സങ്കരീനം വിത്തുകൾ. ഓക്കെ, അപ്പൊ അതെങ്ങനെ നമുക്ക് ഓർത്തിരിക്കാം? മനുലക്ഷ്മി, അനഘ എന്നുണ്ട്. അതിലൊരു മനു എടുത്തു നമ്മൾ. ഓക്കെ, മനുവും അനഘയും എങ്ങനെയാണ് ഇരിക്കുന്നത്? വളരെ ക്ഷയിച്ചിട്ടാണ് ഇരിക്കുന്നത്. ഓക്കെ, മനുവും അനഘയും കാണാൻ എങ്ങനെയാണ്? വളരെ ക്ഷയിച്ചിട്ടാണ്. ക്ഷയിക്കുക, അതിൽ നിന്നും അക്ഷയ. ഓക്കെ, ക്ഷയിച്ചിട്ടാണ് ഇരിക്കുന്നത്. ഈ ക്ഷയിച്ചതിൽ നിന്നും ഒരു മുക്തി കിട്ടാനായിട്ട്, ഓക്കെ, ക്ഷയിച്ചു പോയതിൽ നിന്നും ഒരു മുക്തി കിട്ടാനായിട്ട് എന്ത് ചെയ്യണം? മുക്തി കിട്ടി വിജയിനെ പോലെ, ഓക്കെ, വിജയ് അറിയാലോ അല്ലെ? വിജയിനെ പോലെ നല്ല ശക്തി കിട്ടാനായിട്ട് മനുവും അനഘയും എങ്ങനെയാണ്? വളരെ ക്ഷയിച്ചിട്ടാണ് ഇരിക്കുന്നത്. ആ ക്ഷയിക്കലിൽ നിന്നൊക്കെ ഒരു മുക്തി കിട്ടി വിജയിനെ പോലെ ശക്തി വരാനായിട്ട് അവർ എന്ത് കഴിക്കുകയാണ്? തക്കാളിയാണ് കഴിക്കുന്നത്. ഓക്കെ, തക്കാളിയാണ് കഴിക്കുന്നത്. ഓക്കെ ആണല്ലോ. മനുവും അനഘയും ക്ഷയിച്ചിട്ടാണ് ഇരിക്കുന്നത്. അതിൽ നിന്ന് മുക്തി നേടി വിജയിനെ പോലെ നല്ല ശക്തി വരാനായിട്ട് അവർ എന്ത് കഴിക്കുന്നത്?
തക്കാളി കഴിക്കുന്നു. ഓക്കെ ആണല്ലോ. അപ്പൊ തക്കാളിയുടെ സങ്കരയിനം വിത്തുകളാണ് മനുപ്രഭ, മനുലക്ഷ്മി, അനഘ, അക്ഷയ, മുക്തി, വെള്ളായനി വിജയ്, ശക്തി. ഓക്കെ ആണല്ലോ. ഇനി അടുത്തത് പാവയ്ക്ക. പാവയ്ക്ക പഠിക്കാൻ വളരെ ഈസിയാണ്. പാവയ്ക്ക പായിലല്ലേ തുടങ്ങുന്നത്? അതിന്റെ സങ്കരയിനം വിത്തുക്കളെല്ലാം എന്താണ്? പായിലാണ് തുടങ്ങുന്നത്. പ്രിയ, പ്രിയങ്ക, പ്രീതി. പാവയ്ക്ക, പ്രിയങ്ക, പ്രിയ, പ്രീതി. അപ്പൊ പായിൽ തുടങ്ങുന്നതെല്ലാം എന്താണ്? പാവയ്ക്കയുടെ സങ്കരയിനം വിത്തുക്കളാണ്. ഇനി കറുവപ്പട്ട. കറുവപ്പട്ട എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം എന്ത് കറിക്കും നമ്മൾ കറുവപ്പട്ട ഇടുമ്പോൾ നല്ല മണമാണ് അല്ലേ? കറുവപ്പട്ടയ്ക്ക് ഭയങ്കര സുഗന്ധമാണ്. അപ്പോൾ സുഗന്ധിനി. കറുവപ്പട്ടയുടെ എന്താണ്? സുഗന്ധിനി എന്നുള്ളതാണ് കറുവപ്പട്ടയുടെ വിത്തിനങ്ങൾ. ഓക്കെ ആണല്ലോ. ഒന്നുകൂടെ പറയാം. നെല്ലിന്റെ എന്തൊക്കെയായിരുന്നു? ഹ്രസ്വ, സ്വർണപ്രഭ, അന്നപൂർണ, ശബരി. ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. നെല്ല് വളരെ ഹ്രസ്വമാണ്, സ്വർണത്തിന്റെ നിറമാണ്. ദെൻ അന്നദാനം, ശബരിമല, ജ്യോതി കാണുന്നത്, അതെല്ലാം പവിത്രമായ കാര്യമാണ്. ആരൊക്കെയാണ് പോയത്? മനു, രോഹിണി, അനശ്വര. 3 പേരും കൂടെ 3 അല്ലെ? 3 പേരുണ്ട്. 3 ആണ്. അപ്പോൾ ത്രിവേണി. ഓക്കെ ആണല്ലോ. ദെൻ പയർ, ജ്യോതിക, ഭാഗ്യലക്ഷ്മി, ലോല, മാലിക. ജ്യോതി കാണുന്നത് ഭാഗ്യമാണ്. സോ ലോല എന്ത് ചെയ്തു? മാലയിട്ടു. മാലയുടെ ഷേപ്പ് പയറിന്റെ ഷേപ്പാണ്. ഓക്കെ ആണല്ലോ. ദെൻ മുളക്, ജ്വാലാമുഖി, ഉജ്ജ്വല, ജ്വാലാസഖി, അതുല്യ, അനുഗ്രഹ, ഗ്രീൻ ഗോൾഡ്. ജ്വാല വരുന്നതെല്ലാം എന്താണ്? മുളകാണ്. ദെൻ വെണ്ട എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ പറഞ്ഞു അരുണയും അനാമികയും ആനക്കൊമ്പ് സൂക്ഷിച്ചു സൽകീർത്തി പോവാതിരിക്കാനായിട്ട് അർക്കീസായ കിരണിന്റെ വീട്ടിൽ അഭയം തേടിയപ്പോൾ ഇവിടെ വേണ്ട എന്ന് പറഞ്ഞു അല്ലെ? വേണ്ട, വെണ്ട. ഓക്കെ. ദെൻ വഴുതന സൂര്യപ്രകാശത്തിലാണ് വളരുന്നത്. ശ്വേത നിറത്തിലുണ്ട്, ഹരിത നിറത്തിലുണ്ട്, നീലയിലുണ്ട് അല്ലെ? അപ്പൊ വെള്ള, പച്ച, നീല ആ നിറങ്ങളിലൊക്കെ കാണപ്പെടുന്നുണ്ട്. അങ്ങനെ ഓർക്കുക. ദെൻ തക്കാളി മനുപ്രഭ, മനുലക്ഷ്മി, അനഘ, അക്ഷയ, മുക്തി, വെള്ളായനി വിജയ്, ശക്തി. എന്തൊക്കെയാണ്? മനുവും അനഘയും വളരെ ക്ഷയിച്ചിട്ടാണ്. അതിൽ നിന്ന് മുക്തി നേടി വിജയനെ പോലെ ശക്തി കിട്ടാനായിട്ട് തക്കാളി കഴിച്ചു. ഓക്കെ. ദെൻ പാവയ്ക്ക പായിൽ തുടങ്ങുന്നത് പ്രിയ, പ്രിയങ്ക, പ്രീതി. ദെൻ കറുവപ്പട്ടയ്ക്ക് നല്ല സുഗന്ധമാണ്. സോ സുഗന്ധിനി. അടുത്തത് മത്തൻ. മത്തന്റെ സങ്കരയിനം വിത്തുകളാണ് അമ്പിളി, അർക്കചന്ദ്രൻ, സുവർണ, സൂരജ്. എന്തൊക്കെയാണ്? അമ്പിളി, അർക്കചന്ദ്രൻ, സുവർണ, സൂരജ്. ഇതെങ്ങനെയാണ് ഓർത്തിരിക്കുക? ഇവിടെ നോക്കാം. മത്തൻ, അമ്പിളി അല്ലെ? നമുക്ക് നോക്കാം. മത്തൻ എന്ന് പറയുമ്പോൾ നമുക്ക് അതിന്റെ കളർ ഒന്ന് നോക്കാം. വളരെ നല്ലപോലെ പഴുത്തതാണെങ്കിൽ അത് നല്ല നിറത്തില് സൂര്യനെ പോലെ ഇരിക്കുമെന്ന് വിചാരിക്കാം. കുറച്ചുകൂടെ കളർ കമ്മിയാണെങ്കിൽ അതെന്താണ്? അമ്പിളിനെ പോലെ, ചന്ദ്രനെ പോലെയാണ് ഇരിക്കുക. കുറച്ച് കളർ കമ്മിയായാലും. ഓക്കെ. ഇങ്ങനെ വട്ടത്തിലാണ് ഇരിക്കുന്നത് അല്ലെ മത്തൻ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് സൂര്യനെയും ചന്ദ്രനെയും പോലെയാണ് ഇരിക്കുന്നത് എന്നുള്ളത് ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവരിക. അപ്പൊ അമ്പിളി, അർക്കചന്ദ്രൻ രണ്ടും ചന്ദ്രനാണ് അല്ലെ? അതുപോലെ സുവർണ എന്ന് പറയുന്നത് നല്ല നിറത്തിലായിരിക്കും. സൂര്യനെ പോലെ. ഓക്കെ. നല്ല നിറത്തിൽ സൂര്യനെ പോലെ ഇരിക്കും. ഇല്ലെങ്കിൽ പിന്നെ എന്താണ്? ചന്ദ്രനെ പോലെ ഇരിക്കും. ഓക്കെ ആണല്ലോ. അപ്പൊ ചന്ദ്രനെയും സൂര്യനെയും പോലെ ഇരിക്കുന്ന ആളാണ് ആര്? മത്തൻ എന്ന് ഓർത്തിരിക്കുക. അപ്പോൾ അമ്പിളി, അർക്കചന്ദ്രൻ, സുവർണ, സൂരജ്. ഓക്കെ ആണല്ലോ. മത്തൻ കിട്ടിയില്ലേ? അടുത്തത് കശുവണ്ടി. കശുവണ്ടി എന്ന് പറയുന്നതിന്റെ സങ്കരയിനം വിത്തുകളാണ് ധനശ്രീ, കനക, പ്രിയങ്ക, അമൃത. ഓക്കെ. അപ്പൊ ഇതിൽ നിന്നും കശുവണ്ടി എന്ന് പറയുന്നത്, കശുവണ്ടിയിൽ നിന്നെടുക്കുന്ന പരിപ്പ് അല്ലെ, അണ്ടിപ്പരിപ്പ് എന്ന് പറയുന്നത് എല്ലാവർക്കും പ്രിയമുള്ളതാണ് അല്ലെ? എല്ലാവർക്കും എന്താണ്? വളരെയധികം ഇഷ്ടമാണ്. അപ്പൊ എല്ലാവർക്കും പ്രിയമുള്ളതാണ് കശുവണ്ടി എന്ന് പറയുന്നത്. ഓക്കെ. പ്രിയങ്ക പ്രിയമുള്ളതാണ്. പക്ഷെ എന്താണ്? അത് അമൃത് പോലെയാണ് അല്ലെ? കശുവണ്ടി എന്ന് പറയുന്നത് അമൃത് പോലെയാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. കശുവണ്ടി കണ്ടപ്പോൾ എന്താണ്? കണ്ണ് തള്ളിപ്പോയി എന്ന് പറഞ്ഞില്ലേ? അപ്പൊ കശുവണ്ടിക്ക് ഭയങ്കര റേറ്റ് ആണ്. അപ്പൊ കശുവണ്ടി എല്ലാവർക്കും പ്രിയമുള്ളതാണ്. പക്ഷെ അത് അമൃത് പോലെയാണ്. കാരണം എന്താണ്? കുറച്ച് കിട്ടണമെങ്കിൽ നമ്മൾ ഒത്തിരി ധനം കൊടുക്കണം അല്ലെ? ധനശ്രീ, കനക. സ്വർണത്തിന്റെ അത്രയും ധനം അല്ലെങ്കിൽ പൈസ കൊടുത്താലാണ് നമുക്ക് അമൃത് പോലെയാണ്. അത് കുറച്ചേ കിട്ടുള്ളൂ. ഓക്കെ ആണല്ലോ. അപ്പൊ അങ്ങനെ ഓർത്തിരിക്കുക. അപ്പൊ കശുവണ്ടി എന്ന് പറയുന്നത് എല്ലാവർക്കും പ്രിയമാണ്. പക്ഷെ അത് അമൃത് പോലെയാണ്. വളരെ കുറച്ചേ കിട്ടുള്ളൂ. ഒത്തിരി പണം കൊടുക്കണം. ധനശ്രീ, കനക. ഓക്കെ. സ്വർണത്തിന്റെ അത്രയും പോലെ ധനം കൊടുത്താലാണ് നമുക്ക് കുറച്ചെങ്കിലും അമൃത് പോലെ കിട്ടത്തുള്ളൂ. ഓക്കെ ആണല്ലോ. അപ്പൊ കശുവണ്ടി അങ്ങനെ ഓർത്തിരിക്കുക. ധനശ്രീ, കനക, പ്രിയങ്ക, അമൃത. ഓക്കെ ആണല്ലോ. ദെൻ അടുത്തത് ഏലം. ഏലത്തിന്റെ സങ്കരയിനമാണ് PV1, അതുപോലെ തന്നെ ഞള്ളാനി. അത് പഠിച്ചിരിക്കുക. ഞള്ളാനി മുമ്പ് ചോദിച്ചിട്ടുണ്ട്. PV1 ഒക്കെ ചോദിച്ചിട്ടുള്ളതാണ്. അപ്പൊ ഏലം ഇമ്പോർട്ടൻ്റ് ആണ്. PV1, ഞള്ളാനി. ഓക്കെ. രണ്ടും ഓർത്തിരിക്കുക. ദെൻ അടുത്തത് ഗോതമ്പ്. ഗോതമ്പ് എന്ന് പറയുന്നതിന്റെ ഗിരിജ, കല്യാൺ സോന, സോണാലിക. ഗിരിജ, കല്യാൺ സോന, സോണാലിക. ഇതെങ്ങനെയാണ് ഓർത്തിരിക്കുക? ഇവിടെ ഗിരിജയ്ക്ക് നല്ല ഗോതമ്പിന്റെ നിറമാണ് എന്ന് ഓർത്തിരിക്കുക അല്ലെ? നമ്മൾ പറയും ഗോതമ്പിന്റെ നിറം എന്ന് പറയില്ലേ? അപ്പൊ ഗിരിജയ്ക്ക് നല്ല ഗോതമ്പിന്റെ നിറമാണ്. അതുകൊണ്ട് തന്നെ കല്യാൺ സോന, കല്യാണത്തിന്റെ സമയത്ത് ഒരു സ്വർണം പോലും വേണ്ട. ഓക്കെ.
ഗിരിജയ്ക്ക് നല്ല ഗോതമ്പിന്റെ നിറമാണ്. സോ കല്യാണത്തിന് എന്ത് വേണ്ട? സ്വർണം പോലും വേണ്ട. ആ രീതിയിൽ ഓർത്ത് വെക്കുക. അപ്പൊ ഗോതമ്പ്, ഗിരിജ, കല്യാൺ സോന, സോണാലിക. സോന സ്വർണ്ണം അല്ലേ, അപ്പോൾ കല്യാണത്തിന് എന്ത് വേണ്ട? സ്വർണം ഒന്നും വേണ്ട. അങ്ങനെയുള്ള രീതിയിൽ ഓർത്തിരിക്കുക. അപ്പൊ ഗോതമ്പ്, ഗിരിജ, കല്യാൺ സോന, സോണാലിക. ഓക്കെ ആണല്ലോ. ഇനി നാളികേരം. നാളികേരത്തിന്റെ അനന്തഗംഗ, കേരഗംഗ, ലക്ഷഗംഗ, കേരശ്രീ, മലയൻ ഡ്വാർഫ്, ചന്ദ്രശങ്കര, ചന്ദ്രലക്ഷ. ഇത്രയുമാണ് എന്ത്? നാളികേരത്തിന്റെ. അപ്പൊ ഇത്രയും പേരുകൾ നമുക്ക് ഓർക്കാനായിട്ട് നമുക്ക് ഒരൊറ്റ ചിത്രം നമ്മുടെ മനസ്സിലോട്ട് കൊണ്ടുവന്നാൽ മതി. അതായത് നമ്മൾ പണ്ട് സ്കൂളിലൊക്കെ ഡ്രോയിങ് പഠിക്കുമ്പോൾ നമ്മളിങ്ങനെ 2 മല വരയ്ക്കും അല്ലെ, ഇതിൽ അങ്ങനെ 2 തെങ്ങ് വരയ്ക്കും. ഓക്കെ ആണല്ലോ. ദെൻ അതിൽ കുറേ പക്ഷികൾ വരയ്ക്കും ഇങ്ങനെ അല്ലെ. അതിൽ എന്നിട്ട് നമ്മളൊരു സൂര്യൻ വരയ്ക്കും. അതിന് പകരം നമ്മൾ ഇവിടെ എന്ത് വരയ്ക്കാം? ഒരു ചന്ദ്രനാണെന്ന് വിചാരിക്കുക. ഓക്കെ, ഇതൊരു ചന്ദ്രനാണെന്ന് വിചാരിക്കുക. അപ്പൊ ഒരു ചന്ദ്രനെയും വരച്ചു. ഓക്കെ, അപ്പൊ നമ്മൾ പണ്ട് ഇങ്ങനെയാണ് എന്ത് ചിത്രം വരയ്ക്കുന്ന എല്ലാവരും. പിന്നെ ഇവിടെ എന്തുണ്ടാവും? ഇവിടെ ഒരു പുഴയുണ്ടാവും അല്ലെ. ഇവിടെ ഒരു പുഴയുണ്ടാവും, അതിലൊരു തോണി ഉണ്ടാവും, അടുത്തൊരു വീടുണ്ടാവും. ഓർമ്മയുണ്ടല്ലോ എല്ലാവർക്കും? ആ ചിത്രം ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവന്നാൽ നമ്മുടെ നാളികേരത്തിന്റെ നമുക്ക് എല്ലാം പഠിക്കാം. ഓക്കെ, അതായത് ഈ പുഴ എന്ന് പറയുന്നത് നമ്മൾ ഗംഗാ നദിയാണ്. ഓക്കെ, ഗംഗാ നദിയായിട്ട് സങ്കല്പിക്കുക. ഗംഗാ നദിയുടെ തീരത്ത് നിൽക്കുന്നത്. അപ്പൊ ഗംഗ എന്ന് പേരുള്ളതെല്ലാം എന്താണ്? നാളികേരത്തിൻ്റെയാണെന്നുള്ളത് ഓർക്കാനാണ്. ഇവിടെ ഗംഗാ നദിയാണ്. അപ്പൊ ഗംഗാ നദി എന്ന് പറയുമ്പോൾ അനന്തഗംഗ, കേരഗംഗ, ലക്ഷഗംഗ എല്ലാ ഗംഗയായല്ലോ. അപ്പൊ ഗംഗാ നദിയുടെ തീരത്ത് എന്തുണ്ട്? 2 മലയുണ്ടല്ലേ. അപ്പൊ മല എന്നുള്ളതിൽ നിന്നും മലയൻ ഡ്വാർഫ്. ഓക്കെ ആണല്ലോ. മലയൻ ഡ്വാർഫ് കിട്ടി. ഓക്കെ, 2 മലയുണ്ട്. അതിലെന്തുണ്ട്? 2 തെങ്ങുണ്ട്. തെങ്ങ് എന്ന് പറയുമ്പോൾ എന്താണ്? നാളികേരം അല്ലെ. തേങ്ങയുടെ ആണ്, നാളികേരത്തിന്റെ ആണ് എന്നുള്ളത് ഓർക്കാനാണ്. 2 തെങ്ങുണ്ട്, അപ്പൊ അതിൽ തേങ്ങയുണ്ട് അല്ലെ. അപ്പൊ നാളികേരം ഉണ്ട്. അപ്പൊ നാളികേരത്തിന്റെ പേരുകളാണ്. ദെൻ എന്തുണ്ട്? ഇവിടെ ചന്ദ്രൻ ഉണ്ടെന്ന് പറഞ്ഞു അല്ലെ. ചന്ദ്രൻ ഉണ്ട്. അപ്പൊ ചന്ദ്രശങ്കര, ചന്ദ്രലക്ഷ. ഓക്കെ ആണല്ലോ. കേരം അല്ലെ, തെങ്ങ്, അത് നമുക്കറിയാം. അപ്പൊ കേരശ്രീ. അപ്പൊ ഇത്രയും ആയാൽ എന്തായി? നമ്മുടെ ചിത്രം നമ്മുടെ മൈൻഡിലോട്ട് കൊണ്ടുവരാം. ഇതെന്താണ്? ഗംഗാ നദിയാണ്. അപ്പൊ ഗംഗ എന്ന് പറയുമ്പോൾ അനന്തഗംഗ, കേരഗംഗ, ലക്ഷഗംഗ 3 ഗംഗയായി അല്ലെ. അപ്പൊ ഗംഗാ നദിയായി. അതിന്റെ അടുത്ത് എന്താണ്? 2 മല വേണം. മല എന്ന് പറയുമ്പോൾ മലയൻ ഡ്വാർഫ് അല്ലെ. മലയൻ ഡ്വാർഫ് കിട്ടി. ദെൻ എന്താണ്? അതിൽ എന്തുണ്ട്? തെങ്ങുണ്ട്. കേരം, കേരശ്രീ. അതുപോലെ തന്നെ നാളികേരത്തിന്റെ ആണ് പേരുകൾ എന്നുള്ളത് ഓർക്കാനും കൂടെ അത് പറ്റും. ദെൻ അതിലെന്താണ്? നമ്മൾ സൂര്യന് പകരം നമ്മളൊരു ചന്ദ്രനെയാണ് വരയ്ക്കുന്നത്. ചന്ദ്രൻ, ചന്ദ്രശങ്കര, ചന്ദ്രലക്ഷ. ഓക്കെ ആണല്ലോ. അപ്പൊ നാളികേരത്തിന്റെ എല്ലാവർക്കും കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഈ ചിത്രം ഒന്ന് മൈൻഡിലോട്ട് കൊണ്ടുപോവുക. പുഴയുടെ പകരം നമ്മൾ എന്താണ്? നമ്മുടെ ഗംഗാ നദിയാണ് എന്നുള്ളത് നമ്മൾ ഓർത്തിരിക്കുക. ഓക്കെ ആണല്ലോ. അത്രയേ ഉള്ളൂ. അടുത്തത് മരച്ചീനി. മരച്ചീനിയുടെ ശ്രീജയ, ശ്രീസഹ്യ, ശ്രീശൈലം, ശ്രീവിശാഖ, ശ്രീരേഖ. ഈ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം എന്താണ്? എല്ലാം ശ്രീയിലാണ് തുടങ്ങുന്നത് അല്ലെ. ശ്രീ ശ്രീ ശ്രീയാണ്. ശ്രീജയ, ശ്രീസഹ്യ, ശ്രീശൈലം, ശ്രീവിശാഖ, ശ്രീരേഖ എല്ലാം ശ്രീയിലാണ്. അപ്പൊ ശ്രീയിൽ തുടങ്ങുന്നതെല്ലാം എന്താണ്? മരച്ചീനിയുടെയാണ്. ഓക്കെ, മരച്ചീനിയുടെ പേരുകളെല്ലാം ശ്രീയിലാണ് തുടങ്ങുന്നത്. പായിൽ തുടങ്ങുന്നതെല്ലാം പാവയ്ക്കാണെന്ന് പറഞ്ഞു. ശ്രീയിൽ തുടങ്ങുന്നതെല്ലാം എന്താണ്? മരച്ചീനിയാണ്. ഓക്കെ ആണല്ലോ. ഇനി കുരുമുളക്. കുരുമുളകിന്റെ പന്നിയൂർ. പന്നിയൂർ നമ്മൾ 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്, 4, 5, 6, 7 വരെ ഉണ്ട്. ഓക്കെ, പന്നിയൂർ. അതുപോലെ ശ്രീകര, ശുഭകര, കരിമുണ്ടൻ. ഇതെങ്ങനെയാണ് ഓർത്തിരിക്കുക? പന്നിയൂർ നമ്മൾ പറഞ്ഞു പന്നിക്കറി അല്ലെ. കുരുമുളക് ഇട്ട് വെച്ച് പന്നിക്കറി എന്ന് ഓർത്തിരുന്നാൽ നമുക്ക് കുരുമുളകിന്റെ പന്നിയൂരാണെന്ന്. പന്നിയൂർ ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ളതാണ്. അത് ഓർത്ത് വെക്കുക. ശ്രീകര. നമ്മൾ കുരുമുളക് ഒരെണ്ണെടുത്ത് കടിച്ചു നോക്കുക, നമ്മൾ കരഞ്ഞു പോകും അല്ലെ, എരിഞ്ഞിട്ട്. അപ്പൊ കരഞ്ഞു പോകും. കര. ശുഭകര, ശ്രീകര. പിന്നെ കരിമുണ്ടൻ, കറുത്ത നിറത്തിലല്ലേ കാണപ്പെടുന്നത്, അതുകൊണ്ട് കരിമുണ്ടൻ. അത് ഓർക്കാനായിട്ട് ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷെ കുരു അല്ലെ, കുരു, കരിമുണ്ടൻ, അതിലെല്ലാം എന്താണ്? രായുണ്ട് അല്ലെ. കര, ശുഭകര, ശ്രീകര, കരിമുണ്ടൻ, അങ്ങനെ രാ വെച്ചിട്ട് ഓർക്കുക. അല്ലെങ്കിൽ എന്താണ്? നമ്മൾ കുരുമുളക് എടുത്ത് വായിലിട്ടാൽ നമ്മൾ കരഞ്ഞു പോകും. അപ്പൊ കര, ശ്രീകര, ശുഭകര, കരിമുണ്ടൻ. ദെൻ പന്നിയൂർ, പന്നിക്കറിയുടെ കാര്യം ഓർത്തിരിക്കുക. ഓക്കെ ആണല്ലോ. ദെൻ കരിമ്പ്. കരിമ്പിന്റെ മാധുരി, തിരുമധുരം, മധുരിമ, മധുമതി. പേരിലെല്ലാം എന്തുണ്ട്? ഒരു മധു ഉണ്ട് അല്ലേ. അതായത് കരിമ്പ് എന്ന് പറയുമ്പോൾ വളരെയധികം സ്വീറ്റ് ആണ് അല്ലെ, നല്ല മധുരമാണ്. അപ്പൊ ആ പേരുകളിലെല്ലാം തന്നെ എന്തുണ്ട്? മധുരമുണ്ട്. മാധുരി, തിരുമധുരം, മധുരിമ, മധു. അപ്പൊ മധു ഉള്ളതെല്ലാം എന്താണ്? കരിമ്പാണ് അല്ലെ. മധുരമുള്ളതെല്ലാം കരിമ്പാണ്. ദെൻ അടുത്തത് എള്ള്. എള്ളിന്റെ തിലക്, തിലോത്തമ, തിലധാര. എള്ളിൽ എന്താണുള്ളത്? എല്ലാത്തിലും ഒരു തില ഉണ്ട് അല്ലെ. തിലകം എന്ന് വെച്ചാൽ എന്താണ്? പൊട്ടാണ് അല്ലെ. എള്ള് എന്ന് പറയുന്നത് ഒരു പൊട്ടിന്റെ ആകൃതിയിലാണ് ഇരിക്കുന്നത് അല്ലെ, ഒരു തിലകം വെച്ചതുപോലെയാണ്. അപ്പൊ എള്ള് എന്ന് പറയുന്നത് ഒരു തിലകത്തിന്റെ ഷേപ്പാണെന്ന് ആലോചിക്കുക. അപ്പോൾ തിലക്, തിലോത്തമ, തിലധാര എന്ന് പറയുന്നത് എന്താണ്?
എള്ളിൻ്റെ പേരുകളാണെന്ന് ഓർത്തിരിക്കുക. അപ്പോൾ എള്ളിൻ്റെ ഷേപ്പിലാണ് പൊട്ട് അല്ലെ, തിലകത്തിൻ്റെ ഷേപ്പിലാണ് എള്ളിരിക്കുന്നത് എന്ന് ഓർത്തിരുന്നാൽ നമുക്ക് തിലക്, തിലോത്തമ, തിലധാര ഇതെല്ലാം ഓർത്തിരിക്കാനായിട്ട് പറ്റും. ഓക്കെ ആണല്ലോ. ദെൻ അടുത്തത് ക്യാബേജ്. ക്യാബേജിൻ്റെ ഹരിറാണി മുൻപ് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ളതാണ്. ക്യാബേജ് ഹരിറാണി എന്ന് പറയുന്നത് ഏതിനം വിത്തിനമാണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ക്യാബേജിൻ്റെയാണ് എന്ത് ഹരിറാണി, ഹരിത പച്ച നിറമാണെന്ന് എന്താണ് ഓർത്തിരിക്കുക. ഓക്കെ, ക്യാബേജ് പച്ച നിറമാണ്. സോ ക്യാബേജ് ഹരിറാണി എന്ന് ഓർത്തിരിക്കുക. ദെൻ പടവലം കൗമുദിയാണ്. പടവലം കൗമുദി. ഓക്കെ, അപ്പോൾ അതുപോലെ മഞ്ഞൾ. മഞ്ഞൾ എന്ന് പറയുന്നത് കാന്തി ശോഭ. കാന്തി ശോഭ മഞ്ഞ നിറം അല്ലെ. മഞ്ഞൾ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് നല്ല തിളക്കമാണ് അല്ലേ. അപ്പോൾ കാന്തി ശോഭ ആ പേരിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും. ദെൻ ചീര. ചീരയുടെയാണ് അരുൺ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പം ഇത്രയും പഠിച്ചിരിക്കണം. എന്തൊക്കെയാണ് പറഞ്ഞത്? മത്തൻ. മത്തൻ്റെ അമ്പിളി, അർക്കചന്ദ്രൻ, സുവർണ, സൂരജ് അല്ലെ. സൂര്യനെയും ചന്ദ്രനെയും പോലെയാണ് മത്തൻ ഇരിക്കുന്നത് എന്ന് ആലോചിക്കുക. ദെൻ കശുവണ്ടി, ധനശ്രീ, കനക, പ്രിയങ്ക, അമൃത. നമ്മൾ എന്താണ് പറഞ്ഞത്? കശുവണ്ടി എല്ലാവർക്കും പ്രിയമാണ്, പക്ഷെ അത് അമൃത പോലെയാണ്, കുറച്ചേ കിട്ടുള്ളൂ. ഏറെ എന്താണ്? കനകം പറഞ്ഞാൽ സ്വർണം. സ്വർണത്തിനെ പോലെ അത്രയും ധനം കൊടുത്താലാണ് നമുക്ക് അമൃത പോലെ കുറച്ചെങ്കിലും കിട്ടുള്ളൂ. ഓക്കെ, ആ കാര്യം ഓർത്തിരിക്കുക. ദെൻ ഏലം എന്ന് പറയുന്നതിൻ്റെ PV1 ഞള്ളാനി. ഗോതമ്പ് ഗിരിജ, കല്യാൺ സോന, സോണാലിക അല്ലെ. ഗിരിജ ഗോതമ്പിന്റെ നിറമാണ് ഗിരിജയ്ക്ക്. സോ കല്യാണത്തിന് എന്താണ് ഒരു പൊട്ട് സ്വർണം പോലും വേണ്ട എന്നുള്ള രീതിയിൽ ഓർത്തിരിക്കുക. ദെൻ നാളികേരത്തിന്റെ അനന്തഗംഗ, കേരഗംഗ, ലക്ഷഗംഗ, കേരശ്രീ, മലയൻ ഡ്വാർഫ്, ചന്ദ്രശങ്കര, ചന്ദ്രലക്ഷ. നമ്മുടെ ചിത്രം മനസ്സിലോട്ട് കൊണ്ടുവരിക. ഗംഗാനദിയാണ്. അപ്പോൾ ഗംഗയിലുള്ള എല്ലാവരെയും കിട്ടി. ദെൻ എന്താണ്? 2 മലയുണ്ട്. അപ്പോൾ മലയൻ ഡ്വാർഫ് കിട്ടി. അവിടെ ഒരു ചന്ദ്രനുണ്ട്. അപ്പോൾ ചന്ദ്ര എന്ന് തുടങ്ങുന്ന ചന്ദ്രലക്ഷ, ചന്ദ്രശങ്കര കിട്ടി. ദെൻ 2 തെങ്ങുണ്ട്. സോ കേരശ്രീ കിട്ടി. നാളികേരത്തിൻ്റെ ആണ് എന്നുള്ളതും നമുക്ക് അതിൽ നിന്നും ഓർത്തെടുക്കാൻ പറ്റും. ദെൻ മരച്ചീനി. ശ്രീയിൽ തുടങ്ങുന്നതെല്ലാം എന്താണ്? മരച്ചീനിയുടേതാണ്. ദെൻ കുരുമുളക്. പന്നിക്കറി ഓർക്കുക, പന്നിയൂര് കിട്ടും. ദെൻ കുരുമുളക് അടച്ചാൽ കരയും എന്ന് ഓർക്കുക. ശ്രീകര, ശുഭകര, കരിമുണ്ടൻ. ദെൻ കരിമ്പ്. കരിമ്പ് മധുരമുള്ളതെല്ലാം എന്താണ്? കരിമ്പാണ്. ഓക്കെ, അപ്പം മാധുരി, തിരുമധുരം, മധുരിമ, മധുമതി. ഓക്കെ ആണല്ലോ. ദെൻ എള്ള്, തിലകം അല്ലെ. പൊട്ടിൻ്റെ ഷേപ്പിലാണെന്ന് ഓർത്താൽ എള്ളിൻ്റെ കിട്ടും. ക്യാബേജ് ഹരിറാണി, പടവലം കൗമുദി, മഞ്ഞളിൻ്റെ കാന്തി ശോഭ, ചീര അരുൺ. നമ്മൾ സങ്കരീനം വിത്തുകളൊക്കെ പഠിച്ചു. ഇനി 2 കാര്യം കൂടെ ഓർത്തിരിക്കുക. ജീവനി നമ്മുടെ കൃഷി നമ്മുടെ ആരോഗ്യം എന്ന് വെച്ചാൽ വിഷവിമുക്ത പച്ചക്കറി വ്യാപകമാക്കുന്നതിനായിട്ട് കൃഷി വകുപ്പ് നടപ്പിലാക്കിയ പദ്ധതിയാണ് ജീവനി നമ്മുടെ കൃഷി നമ്മുടെ ആരോഗ്യം. ഓക്കെ, വിഷവിമുക്ത പച്ചക്കറി വ്യാപകമാക്കുന്നതിനായിട്ട് കൃഷി വകുപ്പ് നടപ്പിലാക്കിയ പദ്ധതിയാണ് ജീവനി നമ്മുടെ കൃഷി നമ്മുടെ ആരോഗ്യം. അതുപോലെ കൃഷി പണ്ഡിറ്റ്. കൃഷി പണ്ഡിറ്റ് എന്ന് പറയുന്നത് മികച്ച കർഷകന് ഇന്ത്യ ഗവൺമെന്റ് നൽകുന്ന ബഹുമതിയാണ്. എന്ത്? കൃഷി പണ്ഡിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, കൃഷി പണ്ഡിറ്റ് എന്ന് പറയുന്നത് ഇന്ത്യ ഗവൺമെന്റ് മികച്ച കർഷകന് നൽകുന്ന ബഹുമതിയാണ്. എന്ത്? കൃഷി പണ്ഡിറ്റ്. നമ്മുടെ കേരളത്തിൽ മികച്ച കർഷകന് നൽകുന്ന ബഹുമതിയാണ് കർഷകോത്തമ. കർഷകോത്തമ എന്ന് പറയുന്നതാണ് കേരളത്തിലെ മികച്ച കർഷകന് നൽകുന്ന ബഹുമതി. അതുപോലെ ഇന്ത്യ ഗവൺമെന്റ് നൽകുന്ന മികച്ച കർഷകന് നൽകുന്ന ബഹുമതിയാണ് എന്ത്? കൃഷി പണ്ഡിറ്റ് എന്ന് പറയുന്നത്. വിഷവിമുക്ത പച്ചക്കറി വ്യാപകമാക്കുന്നതിനായിട്ട് കൃഷി വകുപ്പ് നടപ്പിലാക്കിയ പദ്ധതിയാണ് ജീവനി നമ്മുടെ കൃഷി നമ്മുടെ ആരോഗ്യം. ഓക്കെ ആണല്ലോ. അപ്പൊ ഇത്രയും കൂടെ കഴിഞ്ഞാൽ നമ്മുടെ എന്താണ് കേരളത്തിലെ പ്രധാന കാർഷിക വിളകൾ എന്ന് പറയുന്ന ഭാഗം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഇഷ്ടമായെന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ സജഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.